ഈ കാണുന്ന ചൈനീസ് ഫാമിലി നാം ഒന്ന് നമുക്കൊന്ന് എന്നുള്ള സിസ്റ്റം എല്ലാം തെറ്റിച്ചുകൊണ്ട് രണ്ട് കുട്ടി ബൈക്കിലും അല്ലേ നാം ഒന്ന് നമുക്ക് നമുക്ക് ആറാണത്. ഒരു വണ്ടിയിൽ മൂന്ന് വെച്ച് കണ്ടുള്ളത് ഈ വണ്ടി എടുത്ത് വന്നിട്ട് ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത് ഈ ചൈനീസ് ഫാമിലിനെ കുറിച്ചല്ല, ഈ ഒരു വണ്ടിനെ കുറിച്ചാണ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ സിറ്റിയിൽ പുതിയതായിട്ട് വന്നതാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ടാവും ചൈനയുടെ ബാക്കിയുള്ള സിറ്റിയിലൊക്കെ ഉണ്ടല്ലോ, അവിടെ ഉണ്ട്. പക്ഷെ നമ്മൾ സിറ്റിയിൽ ഇപ്പൊ അടുത്ത് വന്നിട്ടുള്ളൂ. ചൈനീസ് ഗവൺമെന്റ് അവരുടെ പബ്ലിക് ഏരിയയിലെല്ലാം ഇതുപോലെ സ്കാൻ ചെയ്തെങ്ങാണ്ട് ബൈക്ക് റെന്റിന് എടുത്ത് പോകുന്ന പരിപാടി എന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഓരോ വർഷം അവർ എന്ത് ചെയ്യും, അതിൽ ഓരോരോ റിനോവേഷൻ അല്ലെങ്കിൽ ഓരോരോ മോഡൽ പുതിയതായിട്ട് സിസ്റ്റം കാര്യങ്ങളും കൊണ്ടുവരും. അങ്ങനെ ഈ പ്രാവശ്യം നമ്മുടെ സിറ്റിയിൽ പുതിയതായിട്ട് വന്നതാണ് ഈ കുട്ടി ബൈക്ക്. പറയാൻ കാരണം എന്താ വെച്ചാൽ അതിന്റെ ലൈറ്റിനോ വല്ല പ്രൊജക്ടറൊക്കെ വെച്ചുകൊണ്ട് സെറ്റപ്പ് ആക്കി എടുത്ത് മാറിക്കുന്നുണ്ട്. കണ്ടുകഴിഞ്ഞാൽ നമ്മൾ ഓൺ പ്രൈവറ്റ് ബൈക്ക് പോലെ തോന്നുന്നുണ്ടെങ്കിൽ അതൊന്നല്ല, സ്കാൻ ചെയ്തുകൊണ്ട് നമുക്ക് കൊണ്ടുപോകാം. നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ സൈഡിൽ പാർക്ക് ചെയ്യാം. രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുണ്ടെങ്കിൽ കറണ്ടിന് നമുക്കിത് പ്രവർത്തിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ പെഡലുണ്ട് സൈക്കിളിന്റെ പോലെ, അതും ചോട്ടിപ്പോ ചെയ്തതിനു ശേഷം 2 RMB കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് 10 മിനിറ്റ് കൊണ്ട് 25 കിലോമീറ്റർ ഒക്കെ പോകാനുള്ള ഓപ്ഷനൊക്കെ ഇതിൽ ഞാൻ കണ്ടു. ചൈനീസ് ഗവൺമെന്റ് എന്തായാലും പൊളിയാണ്. അവരുടെ ആൾക്കാർക്ക് ആവശ്യമുള്ള എല്ലാ സംഭവങ്ങളും അവർ ചെയ്തു കൊടുക്കും. എന്നാണ് നമ്മളെ ഗവൺമെന്റ് ഒക്കെ ഈ ഒരു നിലയിലേക്ക് വരുന്നത്. അപ്പൊ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി കാര്യങ്ങളായിട്ട് നാളെ കാണാം. ടാറ്റാ ബൈ ബൈ.